ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സാന്താരി പേൾ മാരാരിക്കുളം റിസോർട്ടിലാണ്. വന്നപ്പോഴത്തേക്കൊരു വലിയൊരു മെനുവൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നമുക്കൊരു വെറ്റ് ടിഷ്യൂ ഒക്കെ തന്ന് കൈ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് അവരൊരു പൊട്ടൊക്കെ തൊട്ട് തന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഒരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു. പിന്നെ അവരിതാ ഒരു ഫ്രഷ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസുമായിട്ട് വന്നു. അതിന് ശേഷം കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു റൂം തന്നു. അപ്പോൾ ആ റൂം ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത, നമ്മളിവിടുത്തെ പേളാണ്, ഇവിടുത്തെ ഓയിസ്റ്റർ ഷേപ്പിലാണ് ഓരോ റിസോർട്ടും പണിതിരിക്കുന്നത്. അത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. എന്നാലും ഒരു ഡ്രോൺ ഷൂട്ടൊക്കെ നടത്തി നോക്കുവാണെങ്കിൽ ശരിക്കും ഒരു ഓയിസ്റ്റർ ഷേപ്പിലാണ് കേട്ടോ. ഒരു റൗണ്ടാണ്. അപ്പം നമുക്കൊരു ഒരു റൂം ടൂർ നടത്തിയാലോ? ഞാൻ ഇന്ന് കിടക്കാൻ പോകുന്ന ഈ ഒരു റൂമിലാണ്. ഞാൻ തന്നെയുള്ളൂ. അപ്പം ഒരാൾക്ക് വേണ്ടിയുള്ള റൂമാണിത്. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഗൈസ്, വേറൊരു കാര്യം കാണിക്കട്ടെ. വാഷ്റൂം ഈ തുറന്ന സ്ഥലത്ത് നോക്കിയേ. ഇതും ഒരു ഓപ്പൺ സ്പേസിലാണ്. ഇതിനൊന്നും ഡോറില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയട്ടോ. ഇവിടെ ഒരു പൂളുണ്ട്. എല്ലാത്തിനും പ്രൈവറ്റ് പൂൾ എവിടെ വരുന്നത്? നമുക്ക് ബ്ലൂ പോലുള്ള വില്ലാസ് ഉണ്ട്. ഇവിടുത്തെ വാഷ്റൂമാണ് ഏറ്റവും രസമുള്ളത്. ബിക്കോസ് ഇതാണ് വാഷ്റൂം. ലുക്ക്, ഷാംപൂ, ഷവർ ജെല്ലൊക്കെ ഉണ്ട്. ഷവർ ഇവിടെ ഉണ്ട്. ഹോട്ട് വാട്ടർ ഉണ്ട്, കോൾഡ് വാട്ടർ ഉണ്ട്. പക്ഷേ ബാത്റൂം എങ്ങനെയാണ് ഗൈസ്? ഓ മൈ ഗോഡ്. ആകാശം നോക്കി കുളിക്കാം. ഐ തിങ്ക് മൈ എൻറ്റയർ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്റ്റേ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ബാത്റൂമിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം പറയാൻ എനിക്ക് ഭയങ്കര ഓക്വേർഡ് ഫീൽ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വോയിസ് ഓവർ ചെയ്യാം. സാന്താരിയുടെ പേൾ റിസോർട്ടാണിത്. ഇവിടുത്തെ റിസോർട്ട് ഏറ്റവും നിങ്ങൾ കണ്ടായിരിക്കും ഞാൻ വീഡിയോയിൽ കാണിച്ചത്. എല്ലാം ഒരു പേൾ ഷേപ്പാണ്. പേൾ മീൻസ് ഓയിസ്റ്റർ ഇല്ല, നമ്മുടെ കടൽ സീ ഫുഡ്, അതിൻ്റെ ഒരു ഷേപ്പിലാണ് ഇവർ ഓരോ റിസോർട്ടും ഓരോ വില്ലാസും ഇവർ ചെയ്തിട്ടിരിക്കുന്നത്. അതിലൊന്നിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. എനിക്കൊന്ന് മോർ ദാൻ 27+ ഇവർക്ക് വില്ലാസ് ഇതിനകത്തുണ്ട്. ഒരു ഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ ഞാൻ റിലാക്സ് ആവുന്ന ടൈം വളരെ കുറവായിരിക്കും കേട്ടോ. കാരണം ചിലപ്പോൾ ഹെയർ ചെയ്യേണ്ട, അല്ലെങ്കിൽ മേക്കപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്യേണ്ടി വരും, ഒന്നും അല്ലെങ്കിൽ ചിലപ്പോൾ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയിരിക്കും. എനിക്ക് റെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തോട്ട് പോവാം. അപ്പോൾ റെസ്റ്റോറൻറ്റ് എവിടെയെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി പോയി നോക്കണം. ലെറ്റ്സ് ഗോ ടു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ കുറച്ച് ഐഡിയാസ് ഇവർ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു 28 വില്ലാസിനകത്തേക്ക് നമുക്ക് കയറി ചെല്ലുക എന്നത് എളുപ്പക്കാര്യമല്ല. സോ നോക്കിക്കേ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ബിനീഷേട്ടനും അനന്തും ഇവിടുത്തെ ഫുഡിൻ്റെ മെനൂസിൻ്റെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഉണ്ടാക്കി അവരതിൻ്റെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വന്നു കേട്ടോ. അവരെന്നെ വിളിച്ചായിരുന്നു. കാരണം വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എത്താറുണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒരു തട്ടുകടയും കുറേ ആൾക്കാരും, പിന്നെ ഈ ഒരു ഷൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പേരുണ്ട് കേട്ടോ, കോർഡിനേറ്റേഴ്സായിട്ടും. ഇവിടെ തൊട്ടടുത്തൊരു ബീച്ചുണ്ട്. അങ്ങനെ 2 പേരാണ് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട്, ഒരു വൈറ്റ് ഫ്രോക്ക്, ഇവയ്ക്ക് ബീച്ചിലാണ്. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആവുന്നുള്ള കാര്യം പോയി നോക്കണം. ഒരു തട്ടുകട എല്ലാം കൊണ്ടും രസമുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഒരു അടിപൊളി സംഭവം ഉണ്ട് കേട്ടോ. ഇന്നെൻ്റെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്.
Okay, ready. 1, 2, 3, start. അവരവിടെ മോക്ടെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനൊരു പപ്പായ ജ്യൂസ് ഓർഡർ ചെയ്തു. ലാസ്റ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് അതാ പറഞ്ഞു. എടാ ക്യാമറ ചേഞ്ച് ചെയ്ത് വെച്ചാലോ? ക്ലിക്ക് അടിച്ചു പോ. ചേഞ്ച് ചെയ്യാം. ബോഡി ഓക്കെ, റെഡി, റോളിംഗ്. മധുരാമത്തെ സെറ്റ്. ഓക്കെ, ഇത് മോർണിംഗ് ഗായ്സ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. ചെറിയൊരു ലൈറ്റ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ദേ ഷൂട്ടിന് പോവാണ്. ലുക്ക് അറ്റ് ദിസ് വ്യൂ. വ്യൂ വന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. രാവിലെ തന്നെ ഒരു പൂളൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. നോക്കിക്കേ, ഒരു സ്ഥലത്ത് ഊഞ്ഞാല്, പൂക്കളം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തിനാ യോഗ മാറ്റ്? അവിടെ പോയിട്ടേ അതിട്ടിട്ട് ചീട്ട് കളിക്കാൻ വേണ്ടി. ചീട്ടെടുത്തുണ്ടോ? രാവിലെ തന്നെ ഒരു പൂക്കളം ഒരുക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഷൂട്ടിലോട്ട് പോവാം എന്ന് കരുതി. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറച്ച് ഓണക്കളികൾ ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഈ ഓണക്കളി വരുമ്പോൾ ഭയങ്കര ആൻസൈറ്റി ആണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റിലൊക്കെയാണ് കളിക്കുന്നത്. പക്ഷെ എനിക്ക് അത് അന്നും ഇന്നും ഒരേ ഒരു ഫോമിലാണ്. എത്തിയാ എത്ര വട്ടം എത്തിയാ? ഇവിടെ അത് കഴിഞ്ഞൊരു തിരുവാതിര ഉണ്ടായിരുന്നു. തിരുവാതിരയിൽ അവരെല്ലാം ഒരേപോലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നു. നല്ലൊരു അടിപൊളി തിരുവാതിരയൊക്കെ കണ്ടു. അതിന് ശേഷം നമുക്ക് ഓണം, മാവേലി, ആ ഒരു വൈബ് ഓണ ഡാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഡാൻസ് ചെയ്യാമെന്ന രീതിയിൽ ആ ഒരു സപ്പോർട്ടും കൂടെ കിട്ടിയപ്പം നമ്മുടെ ഡാൻസും കൂടെ പൊളിച്ചു കേട്ടോ. ഒരു നല്ലൊരു ഡാൻസൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡും എല്ലാവരുടെയും സന്തോഷമൊക്കെ കണ്ടപ്പം ഞാനും ഭയങ്കര സന്തോഷിച്ചു. കറി എടുത്ത് പയ്യെ പയ്യെ കുഴച്ച്
പുഴയ്ക്ക്. ഈ ഒരു സദ്യ പേഴ്സൺ അല്ല ഞാൻ, എങ്കിലും എനിക്ക് ഷൂട്ടിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് എക്സ്പ്രഷനും കുറച്ച് ഹാപ്പിനെസ്സും കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലോട്ട് പോകാട്ടോ. അതും ഇതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. കളത്തിൽ റിസോർട്ട് പലർക്കും അറിയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് പോയി വന്നാലോ. 2 വീഡിയോ ഞാൻ ഒരുമിച്ച് ചെയ്യുവാണ്. ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് ഒന്നാമത്തെ ഷൂട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ 2ാമത്തെ ഷൂട്ടിലോട്ട് പോയി. അപ്പോൾ ഞാനൊരു സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി ഇരിപ്പുണ്ട്. എനിക്ക് കാർ അധികം സെറ്റാവില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങളെല്ലാവരും ഒരു ഹോട്ടലിലോട്ട് കയറി. അത് കഴിഞ്ഞിട്ടേ നമ്മുടെ സ്വന്തം കളത്തിൽ ലേക്ക് റിസോർട്ടിലെത്തി. ഇനി ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ വ്യൂയും ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും എന്താണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പം ഏറ്റവും ബെസ്റ്റ് വൺ ഏതാണെന്നുകൂടെ പറയാം കേട്ടോ. വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു എൻട്രൻസ് ആണ്. ഒരുപാട് തെങ്ങും കുറേ ഗ്രീൻ അതേപോലെ ലേക്കും എല്ലാം ആയിട്ടൊരു ബ്യൂട്ടിഫുൾ അമേസിങ് വ്യൂ ഒക്കെയുള്ള ഏറ്റവും രസമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. വന്നപ്പോൾ തന്നെ ഞാൻ ആകെ ഷോക്കായി. ഇത് കാണുന്ന നിങ്ങളും ഞെട്ടും അല്ലെ. ഈ ഓരോ സംഭവങ്ങളും ഓരോ റിസോർട്ടാണ് കേട്ടോ. ഭയങ്കര രസമായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ വന്നാൽ അതൊരു എന്താ പറയുക, നമ്മളൊരു ഹോം സ്റ്റേ എന്താ പറയുക, നമ്മുടെ ഒരു കുട്ടിക്കാലത്തിലോട്ട് ഞാൻ പോയി കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര കണക്ഷനാണ് ഈ വാട്ടർ. എവിടെ കണ്ടാലും ഭയങ്കര ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ബോട്ട് റൈഡ്, അതേപോലെ തോണി, അങ്ങനെ കുറേ ഹൗസ് ബോട്ട്, കുറേ കാര്യങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ വഴി ഓരോന്ന് കാണിക്കാം. അപ്പോൾ എൻ്റെ റൂമിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. നമുക്കൊന്ന് റൂം ടൂർ നടത്തിയാലോ. കിടക്കുന്നു നല്ല അടിപൊളി ബെഡ്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് പറയട്ടെ. ബാൽക്കണി അല്ല, പിന്നെ എന്തായിരിക്കും ഗസ് ചെയ്തേ. അത് വെയിറ്റ് ചെയ്യണം, ഞാൻ കാണിക്കാം. ബാത്ത് ടബ്. വാവ്, നൈസ്. അപ്പോൾ രാവിലെ തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഈ ഒരു വ്യൂ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമുക്കിവിടെ റൈഡ് തന്നെ ചെയ്യാം. അതല്ല ഹെൽപ്പർ ആവശ്യമുണ്ടെങ്കിൽ അവർ കൂടെ വരും. നല്ല രസമുള്ള സ്ഥലമല്ലേ. ശരിക്കും നമ്മൾ കേരളക്കാർ കാണാത്ത കുറേ ബ്യൂട്ടിഫുൾ സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് ഇങ്ങനത്തെ ഒരു ഷൂട്ട് വന്നപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. ഭയങ്കര ഭംഗിയുള്ള, വെറുതെ അല്ല നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കേട്ടോ ഹോം സ്റ്റേ വരുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി എടുത്ത് പറയേണ്ടതാണ്. കാരണം ഇവിടുത്തെ ഓരോ മെമ്പേഴ്സും നമ്മുടെ കൂടെ നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ കളത്തിൽ റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടാണ്. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് എനിക്കറിയാം. തോണിയിൽ കുറച്ച് രംഗങ്ങൾ കൂടെ എടുക്കാം. അഞ്ചിടിച്ചിട്ടില്ലേ. ഹൊയ്യാ ഹൊയ് ഹൊയ്യാ ഹൊയ് 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 ഹൊയ്യാ ഹൊയ് 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 ഹൊയ്യാ ഹൊയ്. ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. കാരണം നൈറ്റ് ഷൂട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവിടുത്തെ നൈറ്റ് ആംബിയൻസും അതേപോലെ തന്നെ എന്നോടൊരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ജിം വെയർ ഇട്ടുകൊണ്ട് പോയി. പക്ഷേ ഈ ഒരു ആംബിയൻസിനൊട്ടും മാച്ച് ആവുന്നതായിരുന്നില്ല എൻ്റെ ആ കോസ്റ്റ്യൂം. ബട്ട് സ്റ്റിൽ അതൊരു ബ്ലാക്ക് ആയതുകൊണ്ടും പിന്നെ ഫുൾ വ്യൂ വേണ്ടാത്തത് കൊണ്ടും ഞാൻ ഇച്ചിരി സേഫ് സോണിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബെഡ് സീന്, അതേപോലെ തന്നെ നൈറ്റ് ഫുഡ് എല്ലാം ലേറ്റായി. പിന്നെ മോർണിംഗ് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി എന്ന സന്തോഷത്തോടു കൂടി നൈറ്റ് ഇവിടെ നല്ല മഴയാണ്. ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത്. ഞാൻ ഉച്ചയ്ക്ക് തുഴഞ്ഞ തോണിയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് അതിലൊക്കെ വെള്ളം കയറും.
ഗുഡ് മോർണിംഗ്. ഹലോ. ആ ഇടയ്ക്കാണ് ഈ ദൃശ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു കാക്കച്ചിയെ ഷൂട്ട് ചെയ്യുന്ന അരുൺ ചേട്ടൻ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ് കേട്ടോ. കാരണം ഇവരെല്ലാവരും കോമ്പറ്റീഷനാണ്. 2 ക്യാമറയുണ്ട്, അതേപോലെ തന്നെ 3 ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ ആരാണ് എടുക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇപ്പം ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ കളരിക്കൽ ലേക്ക് റിസോർട്ടിൻ്റെ തന്നെ ബോട്ടിങ്ങിനാണ് പോകുന്നത്, ഹൗസ് ബോട്ട്. അപ്പോൾ ക്യാമറാമാനും ഡ്രോൺ ഷോട്ട് ചെയ്യുന്ന ചേട്ടനൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു ഫ്രോക്കിൻ്റെ കൂടെ ഒരു ജാക്കറ്റും കൂടെ ഇട്ടു, കാരണം ഹൗസ് ബോട്ടാകുമ്പം ഭയങ്കര കാറ്റായിരിക്കും. സോ ഒരു സേഫ്റ്റി കിട്ടതാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? കണ്ടില്ല, എല്ലാം വെള്ളത്തിലാണ് കേട്ടോ, ഫുൾ വെള്ളത്തിലാണ്. ഓരോ വീടുകളും നോക്കിയേ, കുഞ്ഞു കുഞ്ഞു വീടും. ഇവിടുത്തെ വ്യൂ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ. ബാക്കി അവിടെ എത്തിയിട്ട് കാണിക്കാം. നമ്മൾ എത്തിയിരിക്കുന്നു. അത് നമുക്കിവിടെ കയറിയാലോ. എൻട്രി ഓൺലി ഫോർ ഹൗസ് ബോട്ട് ഗസ്റ്റ്. നമ്മളാണ് ഇന്നത്തെ ഗസ്റ്റ് ഇവിടെ. ഞാൻ ഹൗസ് ബോട്ടിൽ കയറാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണേ, ഞാൻ ഹൗസ് ബോട്ടിൽ കയറാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബെസ്റ്റ് ഹൗസ് ബോട്ടാണ്. കാരണം കാണാനാണെങ്കിലും എല്ലാം കൊണ്ടും ബ്യൂട്ടിഫുൾ. ഇത് കുറെ തേങ്ങ. ഈ 2 ചേട്ടന്മാരുടെ കൂടെ നമുക്ക് കയറിയാലോ? വാ. 2, 3. ഇതാണ് ജമ്പനും തുമ്പനും. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സീരിയസ് മാൻ ബിനീഷ് കോമളൻ. അനന്തു കിലുക്കത്തിലെ കാവ്യമാത, കിലുക്കത്തിലെ കാവ്യമാത അത് വല്ല പോരാടാ പറഞ്ഞു. ഈ ഒരു ഹൗസ് ബോട്ടും കൂടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്കൊരു ദിവസം സ്റ്റേ ചെയ്യാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ഇവിടെ ചെയ്യാൻ പോകുന്നത്? എനിക്ക് സാധാരണ ഞാനൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ആ ഒരു പ്ലേസ് ഞാൻ ശരിക്കും ഫീൽ ചെയ്യാത്ത ഒരാളാണ്. അതായത് ഞാൻ എക്സ്പ്ലോർ ചെയ്യുമെങ്കിലും മെൻ്റലി ഞാൻ എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അത് വ്യൂ ചെയ്യുന്നുണ്ട് എന്നത് ഭയങ്കര കുറവാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഷൂട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ സ്ഥലങ്ങളും ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളത് എക്സ്പീരിയൻസ്
ചെയ്യണം, അതേപോലെ എക്സ്പ്ലോർ ചെയ്യണം. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ലേസി ആയിട്ട് നിൽക്കാതെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ആ ഒരു വ്യൂ ആണെങ്കിലും അവിടുത്തെ ഫുഡ് ആണെങ്കിലും അവിടുത്തെ ഒരു ആംബിയൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു സ്ഥലമായിരിക്കും ഇത്. കണ്ടില്ലേ എൻ്റെ ഹൈറ്റുള്ള ചക്ക മരം, അതായത് പ്ലാവ്, ആ പ്ലാവിൽ 2 ചക്ക കണ്ടു പഠിക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.